സോ വിൽ ഡയറക്ട്ലി ഗോ ടു ദ ടോപ്പിക്. നമ്മൾ ക്യാൻസറിനെ പറ്റിയാണ്. ക്യാൻസർ പ്രിവെൻഷൻ, സ്ക്രീനിങ് ആൻഡ് ഏർലി ഡിറ്റക്ഷൻ. ക്യാൻസർ തടഞ്ഞു വെക്കുന്നതിൽ 3 മേഖലകളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 1 പ്രിവെൻഷൻ, 2 ഏർലി ഡിറ്റക്ഷൻ, 2 സ്ക്രീനിങ്, 3 ഏർലി ഡിറ്റക്ഷൻ. പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പേ തടയുക. ദാറ്റ് ഇസ് ക്യാൻസർ പ്രിവെൻഷൻ. അങ്ങനെ ആകുമ്പോൾ ക്യാൻസർ വരാതെ നോക്കലാണ് ക്യാൻസർ പ്രിവെൻഷൻ. അപ്പോൾ ക്യാൻസറിന്റെ എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോഴേ ക്യാൻസർ വരാണ്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാൻസർ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഏതാണെന്ന് അറിയണം. ആ റിസ്ക് ഫാക്ടേഴ്സ്, ആ പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാന്ന് ഉറപ്പിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് ക്യാൻസർ പ്രിവെൻഷൻ. രണ്ടാമത്തത് ക്യാൻസർ സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റിൽ മുഴയായിട്ടാണ് നമ്മൾ കാണാം. അപ്പൊ മുഴ കാണുന്നതിന് മുമ്പ് തന്നെ ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. എന്തിനാ അങ്ങനെ ചെക്ക് ചെയ്യുന്നത്? നമ്മളൊരു മുഴ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വേദന, അല്ലെങ്കിൽ ബ്ലഡ് വയറ്റിന്ന് പോകുമ്പോൾ ബ്ലഡ് പോവാ തുടങ്ങിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ക്യാൻസർ ചിലപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റേജ് ആയിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ ആവുന്നതിന് മുമ്പ് ക്യാൻസർ ഉണ്ടോ എന്ന് അങ്ങോട്ട് പോയി ചെക്ക് ചെയ്യുന്നതിനാണ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഏർലി ഡിറ്റക്ഷൻ. ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്യാം. അതായത് ബ്രസ്റ്റിലൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, വേദനയൊന്നും ഇല്ലാതെ അതവിടെ കിടക്കട്ടെ, അതൊരു വർഷം കഴിയുന്നു, ഇപ്പൊ ചെറുതായിട്ടൊന്ന് വലുതായിട്ടുണ്ട്, എന്നാൽ പിന്നെ പോയി കണ്ടേക്കാം എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളാവുമ്പോൾ മാത്രം പോയി ഡോക്ടറെ കാണുന്നതിന് പകരം ക്യാൻസറുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഏത് ലക്ഷണം വന്നു കഴിഞ്ഞാലും, അത് ക്യാൻസർ ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, ക്യാൻസറിന് സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാവുന്ന ഏത് ലക്ഷണമായാലും ഉടനെ തന്നെ പോയി ഡോക്ടറെ കാണുന്നതിനെയാണ് ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അത് ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുക. സോ ഇതാണ് നമുക്ക് ക്യാൻസറിൽ നിന്നും രക്ഷപ്പെടാനുള്ള 3 വഴികൾ: ക്യാൻസർ പ്രിവെൻഷൻ, സ്ക്രീനിങ്, ഏർലി ഡിറ്റക്ഷൻ. ഇതല്ലാതെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായി അത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ മെജോറിറ്റി 50% ആളുകൾ ഇപ്പൊ ചെയ്യുന്നത് പോലെ നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണുന്നതെങ്കിൽ അത് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുമ്പ് ഇതിനൊക്കെ വേണ്ടിയാണ് ഓൺ ഗിയർ എന്നുള്ളൊരു സ്ഥാപനം ക്യാൻസർ ഇല്ലാത്ത കണ്ണൂർ എന്ന് പറഞ്ഞ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കാലിക്കറ്റ് ഉണ്ട്, മറ്റ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീമതി ശൈലജ ടീച്ചറായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്തത്. ക്യാൻസർ ഇല്ലാത്ത കണ്ണൂർ ഈസ് എന്താ പറയാ, നമ്മുടെ ഒരു ഡ്രീം മാത്രമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ലെവലിലേക്ക് ഈ ഒരു അടുത്ത കാലത്തും നമ്മൾ എത്തില്ല. മേ ബി സം ഇയേഴ്സ് വി ക്യാൻ മൂവ് ടു ദാറ്റ്. ക്യാൻസർ ഇല്ലാത്ത ഒരു ലോകം, ക്യാൻസർ ഫ്രീ വേൾഡ്. സോ എന്താ ക്യാൻസർ? നമ്മുടെ ബോഡിയിൽ കോശങ്ങൾ, സെല്ലുകൾ ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കാം. കോശം 1, 2, 2, 4, 8 അങ്ങനെ വളർന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും ഒരു പീരിയഡിൽ. അപ്പൊ പക്ഷെ ഇത് എത്ര വളരണം, ഏതുവരെ വളരണം, എപ്പം വളർച്ച സ്റ്റോപ്പ് ചെയ്യണം, ഇത് ഏതൊക്കെ സെല്ലുകൾ വളരണം? എല്ലാ സെല്ലുകളൊന്നും വളരുന്നില്ല. മെച്യൂർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വളരെ കുറച്ച് സെല്ലുകളെ വളരുള്ളൂ. ഫോർ എക്സാമ്പിൾ, ലിവർ കോശങ്ങൾ വളരും, ബ്ലഡിന്റെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യും, അങ്ങനെ ചില കോശങ്ങൾ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഏതൊക്കെ കോശങ്ങൾ എപ്പോഴും വരെ വളരണം, എപ്പോൾ ഡിവൈഡ് ചെയ്യണം, എപ്പോൾ സ്റ്റോപ്പ് ആണ്, നമ്മുടെ ബോഡിക്ക് ഒരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്, ബോഡിക്ക് ഒരു റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട്. പക്ഷേ ആ റെഗുലേറ്ററി മെക്കാനിസത്തെ മറികടന്നുകൊണ്ട് കോശങ്ങൾ സ്വന്തമായിട്ട് വളരാൻ തുടങ്ങുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയുടെ എല്ലാ റെഗുലേഷനിൽ നിന്നും മാറിയിട്ട് ഒരു ഓട്ടോണമസ് ആയിട്ട്, അതായത് നമ്മുടെ പറയില്ലേ, ചില ഒരു രാജ്യത്തിന്റെ അതിന്റെ ഭരണഘടനയിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഗ്രൂപ്പ് ആളുകൾ അവിടെ വേറൊരു ഭരണഘടനയ്ക്ക് രൂപീകരിച്ച് സ്വന്തമായിട്ട് രാജ്യം രൂപീകരിക്കുമുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ലോകത്ത് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതാണ് മെയിൻ അക്രമങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവാനുള്ള കാര്യം. അത് തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്ന സംഭവം. നമ്മുടെ ബോഡിയുടെ മൊത്തം കൺട്രോൾ എന്നൊക്കെ വിട്ടിട്ട് ബോഡി അനുസരിക്കാതെ ക്യാൻസർ കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഓവർ ഗ്രോത്ത് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അത് പല രീതിയിലും ബോഡിയിൽ എല്ലാ ഭാഗത്തും വരാം. ടങ്ങിൽ വരാം, ബ്രസ്റ്റിൽ വരാം, നമ്മുടെ മുതുകിൽ വരാം, തൊടയിൽ വരാം, വോട്ടെവർ ഏത് ഓർഗനെ നമുക്ക് ക്യാൻസർ ബാധിക്കാം. ലോകത്ത് 7 പേരിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് വേൾഡിലെ കണക്കാണ്. 8 പേരിൽ ഒരാൾ, 8 പേര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ 2 ഫാമിലി എടുത്തു കഴിഞ്ഞാൽ 8 പേരുണ്ടാവും. 8 പേരിൽ ഒരാൾക്ക് അവരുടെ ലൈഫ് ടൈമിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. 1,00,000 ആളുകളിൽ ഇന്ത്യയിൽ 100 പേർക്കാണ് ക്യാൻസർ പറയുന്നത്. 1,00,000 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിൽ 100 പേർക്ക് ക്യാൻസറിനുള്ള സാധ്യത ഉണ്ട്. അത്രയും ആൾക്ക് ക്യാൻസർ ഉണ്ട് എന്നല്ല, അവരുടെ ലൈഫ് ടൈമിൽ അത്ര ആളുകൾക്കാണ് ക്യാൻസർ വരാൻ സാധ്യതയുള്ളത്. പക്ഷെ കേരളത്തിൽ അത് കുറച്ച് കൂടുതലാണ്. ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് കേരളത്തിൽ 135 160 അതായത് ഇന്ത്യയിൽ 100 110 കിടക്കുമ്പോൾ കേരളത്തിൽ 150 160 ക്യാൻസറിനുള്ള സാധ്യത 1,00,000 ആളുകളിൽ കിടക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് മുന്നോട്ടാണ് നടത്തം. എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോട്ടാണ്, ക്യാൻസറിൽ നമ്മൾ മുന്നോട്ടാണ് നടത്തം.
പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. നമ്മൾ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഒരു കണക്കാണത്. ഇപ്പോഴും സ്മോക്കിംഗ് ആണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടേഴ്സ്. നമ്മുടെ നാട്ടിൽ സ്മോക്കിംഗ് കുറഞ്ഞു വരുന്നുണ്ട്, പകരം ആൽക്കഹോൾ കൂടി വരുന്നുണ്ട് എന്നുള്ളത് വേറെ. ബട്ട് സ്മോക്കിംഗ് ഇപ്പോഴും 40% ക്യാൻസറുകളിൽ സ്മോക്കിങ്ങിന് ഒരു റോൾ ഇപ്പോഴും ഉണ്ട്. ക്യാൻസറിനുള്ള അവയർനെസ് വേണ്ടി വേൾഡ് വൈഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒക്ടോബർ മാസം ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. ആ മാസത്തിൽ മാക്സിമം പ്രോഗ്രാംസ് നടത്തണം എന്നാണ് എല്ലാവരോടും പറയുന്നത്. അത് ചെയ്യുന്നുണ്ട്, അതിന് വളരെ ഇഫക്റ്റ് ഉണ്ട്, അതൊന്നും വെറുതെ ചെയ്യുന്നതല്ലോ കേട്ടോ. അതുപോലെ സ്റ്റൊമക് ക്യാൻസർ മന്ത് ആണ് നവംബർ, സർവൈക്കൽ ക്യാൻസർ മന്ത് ആണ് ജാനുവരി, വേൾഡ് ക്യാൻസർ ഡേ ആണ് ഫെബ്രുവരി 4. അങ്ങനെ ഒരുപാട് മന്തും ദിനങ്ങളൊക്കെ ഉണ്ട്. ക്യാൻസറിന്റെ അവയർനെസ്സിന് വേണ്ടിയാണ്, അതിന്റെ ഡിറ്റക്ഷൻ വേണ്ടിയുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നമ്മൾ അതിന്റെ ഇതിലേക്ക് കടന്നു നമ്മൾ പറഞ്ഞു, പ്രൈമറി പ്രിവെൻഷന്റെ കാര്യം പറഞ്ഞു, ക്യാൻസർ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് എന്നുള്ള പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ടൊബാക്കോ, ആൽക്കഹോൾ, ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് നമ്മൾ ഒഴിവാക്കണം. ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വേറൊരു കാര്യമാണ് എക്സസ് ബോഡി വെയിറ്റ്. നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്നു എന്നത് തന്നെ പല ക്യാൻസറുകൾക്കും കാരണമാണ്. ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, കോളോൺ, അതായത് വൻകുടലിന്റെ ക്യാൻസറിനൊക്കെ നമ്മുടെ വെയിറ്റ് കൂടിയാൽ തന്നെ ക്യാൻസറിനുള്ള റിസ്ക് കൂടും. ഈവൻ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ക്യാൻസറിന് സാധ്യത കൂടുതലുണ്ട്. അത് ഡയബറ്റിസ് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസർ ഉണ്ടാക്കാം, ഡയബറ്റിസ് വെയിറ്റ് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ക്യാൻസർ ഉണ്ടാക്കാം, ഡയബറ്റിസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് ക്യാൻസർ ഉണ്ടാക്കാം. ഇതൊക്കെ ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ ജനറ്റിക്സ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറ്റിക്സ് തന്നെയാണ്. അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയോ കുറെ പ്രോബ്ലംസ്, നമ്മുടെ കോശങ്ങളെ നിയന്ത്രിക്കുന്നത് DNA ആണ്, നമ്മുടെ ജനറ്റിക്സ്, നമ്മുടെ ജനിതക ഘടന. അതിൽ വരുന്ന വെയർ ആൻഡ് ടയർ, വർഷങ്ങൾ എടുക്കുമ്പോൾ അതിൽ കുറെ വെയർ ആൻഡ് ടയർ വരും, എല്ലാ ബോഡിയിലും എല്ലാ മെഷീൻസിലും വരുന്നത് പോലെ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കുറെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞാലും ആ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ആളുകൾക്കും ഈ ക്യാൻസർ വരാനുള്ള കാരണം ഈ ജനറ്റിക്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടന ജനറ്റിക്സ് തന്നെയാണ്. നമ്മുടെ ജനിതക ഘടനയിൽ നമുക്ക് ക്യാൻസർ വരണോ വരണ്ടേ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ വരണം എന്നുള്ളത് നമ്മുടെ ജനിതക ഘടനയിൽ ആദ്യമേ ലാബിൾഡ് ആണ്. അതുകൊണ്ടാണ് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് നമ്മൾ ക്യാൻസർ കാണുന്നത്. പിന്നെ സൺ എക്സ്പോഷർ, എസ്പെഷ്യലി ഫോർ സ്കിൻ ക്യാൻസർ, മാലിഗ്നന്റ് മെലനോമ, സ്ക്വാമസ് സെൽ ക്യാൻസർ, അല്ലെങ്കിൽ ബേസൽ സെൽ ക്യാൻസർ എന്നൊക്കെ പറയുന്ന സ്കിൻ ക്യാൻസറുകൾക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ വലിയ കാരണമാണ്. അത് നമ്മുടെ നാട്ടിൽ വലിയ പ്രോബ്ലം അല്ല. ഈ പോളാർ റീജിയൻ, നമ്മുടെ ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് എന്നൊക്കെ പറയുമല്ലോ, അതിനടുത്തുള്ള ആ ഭാഗത്തുള്ള ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രികളിൽ എല്ലാ വീട്ടിലും ഒരു മാലിഗ്നന്റ് മെലനോമ പേഷ്യന്റ് ഉണ്ടാവും, ഒരു സ്കിൻ ക്യാൻസർ പേഷ്യന്റ്. 1 in 5 ആളുകൾക്ക് അവിടെ സ്കിൻ ക്യാൻസർ ഉണ്ട്. അപ്പോൾ സൺ എക്സ്പോഷർ വലിയ കാര്യമാണ്, നമ്മുടെ നാട്ടിലും കാണുന്ന അസുഖമാണ്. അപ്പൊ കൂടുതൽ സൺ എക്സ്പോസ്ഡ് ആയ ആളുകൾക്കാണ് അത് കാണുക. അപ്പം അവർ അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ റേഡിയേഷൻ മുമ്പൊക്കെ ഈ ബ്ലഡ് ക്യാൻസറിന്റെ വകഭേദമായ ലിംഫോമൊക്കെ റേഡിയേഷൻ, ഹൈ ഡോസ് റേഡിയേഷൻ ഒക്കെ യങ് ഏജിൽ കിട്ടിയ ആളുകൾക്ക് വലുതാവുമ്പോൾ വേറെ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലാണ്ട് തന്നെ നമ്മുടെ നാച്ചുറിന് തന്നെ കുറെ റേഡിയേഷൻ, എസ്പെഷ്യലി ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കുറെ റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടെന്നുള്ള കുറെ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഭൂമിയിലെ ധാതു ലവണങ്ങളുടെ ഒരു ഇത്, ലോകത്തെ പല സ്ഥലങ്ങളിലും അങ്ങനെ റേഡിയേഷൻ എക്സ്പോഷർ നാച്ചുറലി കൂടുതലുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെയുള്ള ആളുകൾക്ക് കുറച്ച് ക്യാൻസർ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള പഠനങ്ങളുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സംഭവമാണ് അൺഹെൽത്തി ഫുഡ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, മോശമായിട്ടുള്ള ജങ്ക് ഫുഡുകൾ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജനറ്റിക് മ്യൂട്ടേഷൻസ്, സെല്ലുകളിലെ ഈ DNA ഘടനകളിൽ മാറ്റം വരുന്നു. അത് കൂടി ആവുമ്പോഴാണ് ഏജ് അനുസരിച്ചിട്ടാണ് കൂടുതൽ ക്യാൻസർ വരുന്നത്. അതുകൊണ്ടാണ് പ്രായമുള്ള ആളുകളുടെ ഒരു അസുഖമായിട്ട് ക്യാൻസർ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രായത്തെ ബൈപ്പാസ് ചെയ്തിട്ടാണ് നമ്മൾ അൺഹെൽത്തി ഫുഡും റേഡിയേഷനും സൺ എക്സ്പോഷറും ബാക്കി ആൽക്കഹോളൊക്കെ കൂടുതൽ വരുമ്പോഴാണ് ഈ പ്രായത്തെ മറികടന്ന് നേരത്തെ ക്യാൻസർ വരുന്നത്. ബട്ട് വാട്ട് എവർ വി ഡു, ജനറ്റിക്സ് ഈസ് the major role play. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയാലും പല ആളുകൾക്കും ക്യാൻസർ വരാനുള്ള ഒരു റീസൺ ഈ ജനറ്റിക്സ് ആണ്. അതിൽ ആസ് ഓഫ് നോ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ജനറ്റിക്സിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനില്ല. ബട്ട് ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട്, ഏജും പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പലതും ചെയ്യാനുണ്ട്. സോ ഇതൊരു ഫൈറ്റ് ആണ്. ഒരു ക്യാൻസർ വന്നാൽ ക്യാൻസറും ആ രോഗിയും അല്ലെങ്കിൽ ആ സമൂഹവും തമ്മിലുള്ള ഫൈറ്റ് ആണ്. സോ ദ ബെസ്റ്റ് വേ ടു വിൻ ഈസ് അവോയ്ഡ് എ ഫൈറ്റ്. ഒരു യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് യുദ്ധം ജയിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസർ തടഞ്ഞു നിർത്തണം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ തടഞ്ഞു നിർത്താം? നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് അറിയാം. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സസൈസ് ആണ്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓവർ വെയിറ്റ് കുറയും. ഇനി വെയിറ്റ് ഇല്ലാത്ത ആളുകൾക്ക് പോലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. രണ്ടാമത്തത് അവോയ്ഡ് ടൊബാക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ രീതിയിലുള്ള ടൊബാക്കോ കൺസംഷനും. അതിപ്പം വലിക്കുന്നതായാലും ചൂ ചെയ്യുന്നതായാലും പാൻപരാഗ് ആയാലും ഇനി ബാക്കിയുള്ള ഡ്രഗ്സ് ആയാലും ഒക്കെ ദേ ആർ ലിങ്ക് ടു ദ ക്യാൻസർ. സോ വി ഷുഡ് അവോയ്ഡ് ടൊബാക്കോ. അത് കുറയ്ക്കണം എന്നല്ല, വി ഷുഡ് അവോയ്ഡ് ഇറ്റ്. അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്നാണ് അതിന്റെ മീനിങ്. ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കഴിക്കാം.
കാർബോഹൈഡ്രേറ്റ്, ഹോൾ ഗ്രെയിൻസ്, ഹോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോസസ്സ് ചെയ്യാത്ത, അതായത് ധാന്യങ്ങൾ ഫുൾ ആയിട്ട് വരുന്ന ഈ തവിടോട് കൂടി വരുന്നതൊക്കെ വളരെ നല്ലതാണ്. പ്രോസസ്ഡ് ആയിട്ടുള്ള ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള പുഴുങ്ങലരി അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള അരികൾ, അതുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറച്ചു കൊണ്ടുവരണം. പൊറോട്ടയിലൊക്കെ ഉപയോഗിക്കുന്ന മൈദ അത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യങ്ങളാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ മാക്സിമം കുറക്കാം. ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ്, പ്രോസസ്ഡ് അല്ലാത്ത ഹോൾ ഗ്രെയിൻസ്, അതുപോലെ ഈ റെഡ് മീറ്റ് അല്ലാത്ത ബാക്കി മീറ്റ്. ഇപ്പൊ ചിക്കനിലൊക്കെ നല്ല പ്രോട്ടീൻസ് ആണ് വരുന്നത്. ബട്ട് ബീഫ്, മട്ടൺ, പോർക്ക് അതൊക്കെ റെഡ് മീറ്റ് ആണ്, അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ ഫാറ്റ്, ഒരുപാട് ഫാറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. അതുപോലെ ഷുഗർ, റിഫൈൻഡ് ഷുഗർ അത്ര നല്ലതല്ല. നമ്മളിപ്പോൾ ഷുഗർ പല പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഷുഗർ എപ്പോഴും ലോ ആയിരിക്കണം നമ്മൾ കഴിക്കുന്നത്. റിഫൈൻഡ് ആയിട്ട് വരുന്നതാണ്, അത് ക്യാൻസറും മറ്റു പല അസുഖങ്ങളും ഉണ്ടാക്കാം. അപ്പം അത്തരം കാര്യങ്ങൾ, ഹെൽത്തിന്റെ കാര്യത്തിൽ ഈ ഈറ്റ് ഹെൽത്തി ഡയറ്റ്, അപ്പൊ ഫുഡ് വളരെ ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ആണ്. പിന്നെ അതേപോലെ സ്കിൻ സേഫ് ആയിരിക്കുക, അതായത് നമ്മൾ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവണം. ഒരുപാട് നേരം നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല. ബട്ട് വൈറ്റമിൻ ഡി നമുക്ക് ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്. വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ ഡി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കണം നമ്മൾ. ഒരുപാട് കൊണ്ടിട്ട് ക്യാൻസർ വരുത്താനും പാടില്ല, തീരെ ഇല്ലാണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാൻ പാടില്ല. വൈറ്റമിൻ ഡി തന്നെ ക്യാൻസർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഡെയിലി ഒരു അരമണിക്കൂർ, 1 മണിക്കൂറിന്റെ അടുത്ത് നമുക്ക് ആ ഉച്ചയ്ക്കുള്ള വെയിൽ, ഏകദേശം ഒരു 10 to 3 o'clock ഇടയിൽ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ വെയിൽ നമ്മൾ കൊള്ളണം. ഒരു 20 to 30 minutes ആണ് പറയുന്നത്. അങ്ങനെ ആഴ്ചയിൽ ഒരു 3-4 ദിവസം ആ വെയിൽ കൊള്ളണം. പക്ഷെ കൂടുതലാവാനും പാടില്ല. ബട്ട് വെയിലത്ത് വർക്ക് ചെയ്യേണ്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർ പറ്റാവുന്നതും ആ രീതിയിലുള്ള ഡ്രസ് ഉപയോഗിക്കുക, വെയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കാം. പിന്നെ വാക്സിനേഷൻ, ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്ന ചില വാക്സിൻസ് ഉണ്ട്. കംപ്ലീറ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ റഷ്യ കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ പല രീതിയിലായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിലും ഉപയോഗിക്കുന്ന വാക്സിൻ റഷ്യ കണ്ടുപിടിച്ചു എന്നൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ നോളജ് ഒന്നും ഇല്ല. ബട്ട് ഞാൻ പറയുന്ന വാക്സിൻ അതല്ല. ക്യാൻസർ ഉണ്ടാക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV എന്ന് പറഞ്ഞ ഒരു വൈറസ് ഉണ്ടാക്കുന്ന ക്യാൻസർ ഉണ്ട്, സെർവിക്കൽ ക്യാൻസർ പോലെയുള്ള. അതിനെതിരെ HPV വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ ക്യാൻസർ 100% പ്രിവെന്റ് ചെയ്യാം. സെർവിക്കൽ ക്യാൻസർ കൂടാണ്ട് വായിലുണ്ടാവുന്ന ചില ക്യാൻസർ, പെനിസിൽ ഉണ്ടാവുന്ന ക്യാൻസർ, ആനൽ കനാലിൽ ഉണ്ടാവുന്ന ചില ക്യാൻസർ ഒക്കെ ഈ HPV റിലേറ്റഡ് ആണ്. ആ ക്യാൻസറുകളും ഏകദേശം 60 മുതൽ 80% വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സെർവിക്കൽ ക്യാൻസർ, ഗർഭാശയഗള ക്യാൻസർ 100% പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാക്സിൻ എടുക്കണം. പിന്നെയുള്ളത് മെയിൻറ്റെയിൻ എ ഹെൽത്തി വെയിറ്റ്. നിങ്ങൾ പറഞ്ഞു ആൽക്കഹോൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വെസ്റ്റേൺ ഗൈഡിലാണ്. നമ്മളത് ഒഴിവാക്കാണ് വേണ്ടത്. ബിക്കോസ് ക്യാൻസറിന്റെ കാര്യത്തിൽ ആൽക്കഹോൾ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്, ലിമിറ്റ് ചെയ്യലല്ല. ഗെറ്റ് സ്ക്രീൻഡ്, അതാണ് അടുത്ത വിഷയം. നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കാം. ഇതൊക്കെ ചെയ്താലും കുറെ ആളുകൾക്ക് ക്യാൻസർ വരും. പറഞ്ഞു വരുന്നത് 30 മുതൽ 40% ക്യാൻസറുകളാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. നമ്മൾ നല്ല ലൈഫ് സ്റ്റൈലാണ്, നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ 30 മുതൽ 40% ക്യാൻസറുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്നാലും ബാക്കി 60-70% ക്യാൻസറുകൾ വരും. അപ്പൊ അങ്ങനെ 60-70% ക്യാൻസറുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പൊ നമ്മൾ അത് പോയിട്ട് സ്ക്രീൻ ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കണം. ക്യാൻസർ വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണം. അങ്ങനെയാവുമ്പോൾ ഒരു 60-70% ക്യാൻസറുകൾ ആ രീതിയിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ക്യാൻസറിനെതിരെ പൊരുതുന്നത്. അപ്പോൾ നോ യുവർ ഫാമിലി ഹിസ്റ്ററി. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ, അച്ഛനമ്മ, അവരുടെ ചേച്ചിമാര്, കുട്ടികൾ, അവർക്ക് ക്യാൻസർ ഉണ്ടോ എന്നാണ് നമ്മൾ എപ്പോഴും അറിയേണ്ടത്. അവരുടെ ബാക്കി കാര്യങ്ങളും അവരുടെ എന്താ പറയുക ഫിനാൻഷ്യൽ കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ട. അവർക്ക് ക്യാൻസർ ഉണ്ടോ, വേറെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത്. കാരണം അത് നമ്മളെ കൂടി ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. അതങ്ങനെയുള്ള ആളുകൾക്ക് ചില സ്ക്രീനിങ് എക്സ്ട്രാ ചെയ്യണം, ചില ടെസ്റ്റുകൾ എക്സ്ട്രാ ചെയ്യണം, ചില ട്രീറ്റ്മെന്റ് എക്സ്ട്രാ ചെയ്യണം, ചില ട്രീറ്റ്മെന്റ് വേറെ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം. ഏഞ്ചലീന ഇഫക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏഞ്ചലീന ജോളി അറിയാം, ആക്ട്രസ് ആയിരുന്നു. അവരുടെ ഫാമിലിയിൽ അവരുടെ ആന്റിക്ക് ഓവറി ക്യാൻസർ വന്നു, അവരുടെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. വേറെ 2-3 റിലേറ്റീവ്സിന് ക്യാൻസർ വന്നപ്പോൾ ഇവർ ഫാമിലിയിൽ ക്യാൻസർ വരുന്ന ടൈപ്പ് ആണെന്ന് ചെക്ക് ചെയ്തപ്പോൾ BRCA1 BRCA2 പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. അതായത് ജനിതകപരമായിട്ട് ഇവരുടെ ഫാമിലിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത, ബ്രസ്റ്റ് ക്യാൻസർ വരാൻ 80% സാധ്യതയും ഓവറി ക്യാൻസർ വരാൻ 60% ക്യാൻസർ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ 80% സാധ്യത ക്യാൻസർ വരാനുണ്ടെങ്കിൽ, അതായത് ഓൾമോസ്റ്റ് ഉറപ്പായിട്ട് ക്യാൻസർ വരുന്ന അറിയാം. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ 2 ബ്രസ്റ്റും റിമൂവ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തു. അതൊരു വലിയ തീരുമാനമാണത്. ഒരു അസുഖം വന്നിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമ്മളുടെ പേഷ്യൻസ് ഒരുപാട് ആലോചിക്കും, സാർ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ്, മുമ്പത്തെ ആളുകൾ റിസർച്ച് ചെയ്തിട്ടാണ് ഇപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട, മുഴ മാത്രം റിമൂവ് ചെയ്താൽ നമ്മൾ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ പറഞ്ഞു വരുന്നത്, ക്യാൻസർ വരുന്നതിന് മുമ്പ് 2 ബ്രസ്റ്റും, അതും അവർ ഫിലിം ഫീൽഡിൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്താണ് ചെയ്തത്, 2 ബ്രസ്റ്റും റിമൂവ് ചെയ്തിട്ട് റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ അതിനെയാണ് ഏഞ്ചലീന ജോളി ഇഫക്ട് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്തതോടുകൂടി ആളുകൾക്ക് ഒരു അവയർനെസ് വന്നു. അവർ ചെയ്യുകയും ചെയ്തു, അത് പൊതുജന മധ്യത്തിൽ അവർ പറയുകയും ചെയ്തു, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഐ ഗോട്ട് മൈ ലൈഫ് സേവ്ഡ് എന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ശരിയാണ്, ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇതൊന്നും ഡോക്ടർമാർ വെറുതെ പറ്റിക്കാൻ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ പറയുന്നതാണെന്ന് ആളുകൾക്ക് മനസ്സിലായി.
ഒരു ഹോളിവുഡ് ആക്ട്രസിന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ഫാമിലി ഹിസ്റ്ററിയുള്ള ആളുകൾ പോയിട്ട് ഈ BRCA1 BRCA2 ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ബ്രസ്റ്റ് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ആ സമയത്ത് ഒരുപാട് ആളുകൾ ആ ഒരു സർജറിയിലേക്ക് മുന്നോട്ട് വന്നു. അതിനെയാണ് ടൈംസ് മാഗസിൻ ദ ഏഞ്ചലിന ഇഫക്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് റെസ്പെക്ട് ചെയ്ത് ഒന്ന് ഹോണർ ചെയ്തത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിങ് മോഡിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാവും. ഏറ്റവും തുടക്കത്തിൽ നമ്മുടെ എന്താ പറയാ വളരെ സേഫ് ആയിട്ടുള്ള കോശങ്ങളാണ്, ഹെൽത്തി സെൽസ് ആണ്. ആ കോശങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അങ്ങനെ അത് അബ്നോർമൽ സെൽസ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാൻസർ ആവുന്ന ഒരു സ്റ്റേജിന്റെ തൊട്ട് മുമ്പിൽ പ്രീ ഇൻവേസീവ് ക്യാൻസറിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് എന്നുള്ള രീതിയിൽ പ്രീ ഇൻവേസീവ് സ്റ്റേജ് ഉണ്ട്. പിന്നെ അത് ക്യാൻസർ ആവുന്നു, പിന്നെ ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നു, അവസാനം ക്യാൻസർ ഒക്കെ കൂടിയിട്ട് അവർ മരണത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ നടക്കുക. അപ്പം ഹെൽത്തി സെൽസിന് ആ സമയത്ത് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി വരുന്ന ആ സമയത്താണ് നമ്മളുടെ പ്രിവെൻഷൻ വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും നമ്മൾ ഒഴിവാക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പ്രിവെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ചെയ്താലും ചില ക്യാൻസറുകൾ പ്രിവെന്റ് ചെയ്യപ്പെടില്ല. അത് കാരണം അത് പ്രീ ഇൻവേസീവ് സ്റ്റേജിലേക്ക് പോകും ആ കോശങ്ങൾ. അതായത് അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്താണ് നമ്മൾ പോയിട്ട് സ്ക്രീൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നു. ആ സ്ക്രീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്യാൻസറിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ്, നമ്മൾ ക്യാൻസർ പറയുന്ന സാധാരണ 4 സ്റ്റേജിലാണ്. സ്റ്റേജ് 1, 2, 3, 4 എന്നാണ് പൊതുവേ പറയാം. മിക്ക ക്യാൻസറുകൾക്കും സ്റ്റേജ് 0 ഉണ്ട്. ഈ പ്രീ ഇൻവേസീവ് സ്റ്റേജ് ഉള്ളതിനാണ് സ്റ്റേജ് 0 ഉള്ളത്. അപ്പൊ ആ സ്റ്റേജ് 0 ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ സ്റ്റേജ് 0 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തരത്തിലും നമ്മുടെ ലൈഫിനെ അത് എഫക്ട് ചെയ്യില്ല. അപ്പൊ അതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ആ ഒരു പ്രിവെൻഷനും സ്ക്രീനിങ്ങുമാണ് ക്യാൻസർ വരുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി അപ്പോഴാണ് ക്യാൻസർ തുടങ്ങുന്നു. ക്യാൻസർ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ തുടങ്ങും. ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കൂടി വരും. അപ്പോൾ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പോയി കണ്ടുപിടിക്കുന്നതിനാണ് ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പക്ഷേ എന്താ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഈ സമയത്തൊന്നും നമ്മൾ ബോധവാന്മാരല്ല. നമ്മൾ പ്രിവെൻഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. നമ്മൾ തോന്നിയ പോലെ ജീവിക്കും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലെ? ഹെൽത്തി ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫിക്കൽട്ട് പരിപാടിയാണ്. സ്ക്രീനിങ്ങിന് ആരും പോകില്ല. ബാക്കി എല്ലാറ്റിനും നമ്മൾ കാശ് ചെലവാക്കും. സ്ക്രീനിങ് നമ്മൾ കാശ് ചെലവാക്കില്ല, സമയം ചെലവാക്കില്ല. അപ്പൊ എന്താ, ഏർലി ഡയഗ്നോസിന്റെ സമയത്ത് നമ്മൾ ബിസിയാണ്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മൈൻഡ് ചെയ്യില്ല. അപ്പോഴാണ് നമ്മൾ ക്യാൻസറിന് വലിയ വലിയ ലക്ഷണങ്ങളൊക്കെ കാണും. അപ്പോഴേക്കും ക്യാൻസർ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാരും ക്യാൻസർ എന്ന് കേട്ട അപ്പം മരണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫിലിമുകളൊക്കെ അവർക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സീനിൽ അവർ മരിച്ചു എന്നാണ് കാണിക്കുന്നുണ്ടാവാം. അപ്പൊ അത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൊതുവെ ലേറ്റ് ആയിട്ടാണ് കാണുന്നത്, ലേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്, ലേറ്റ് ആയിട്ടാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ടാണ് അത് മരണം എന്ന് പറയുന്നത്. എന്നാൽ പോലും ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണമൊന്നുമല്ല. ഒരുപാട് ആളുകൾ ഫുൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പഴയതിനേക്കാളും ബെറ്റർ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് അത് പുറത്ത് നമ്മൾ ആരും പറയില്ല. കാരണം നമുക്ക് ക്യാൻസർ ആയിരുന്നു മാറിയെന്നാലും പറയാൻ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പലരും അത് അറിയാത്തത്. 3 പേരിൽ ഒരാൾക്ക് എന്താ പറയാ, നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ വഴി നമുക്ക് ലൈഫ് സേവ് ചെയ്യാന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഫോർ ബ്രസ്റ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. തുടക്കത്തിൽ കാണേണ്ടത് 30%, കുറച്ച് വലുതായിട്ടാണ് 55% കാണുന്നത്. ഒരുപാട് അപ്പുറത്തേക്ക് എത്തിക്കേണ്ടാണ് 12% കാണുന്നത്. ഈ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ സ്റ്റേജ് 1 നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കാണണമെങ്കിൽ 98 മുതൽ 100% ആ ക്യാൻസർ മാറും. ഇനി സ്റ്റേജ് 2ലും 3ലും ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഏകദേശം അതൊരു 60-70% മാറാൻ സാധ്യതയുള്ളൂ. ഇനി സ്റ്റേജ് 4, അതായത് വേറെ ഭാഗത്തേക്ക് സ്പ്രെഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ 30% ആളുകൾക്ക് അത് മാറാനുള്ള സാധ്യതയുള്ളൂ. മാറിയാൽ തന്നെ പലർക്കും അത് തിരിച്ചു വരും. സോ ഏറ്റവും കോമൺ ആയിട്ട് ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ പ്രിവെൻഷൻ പറഞ്ഞു. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അത് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീനിങ് ആണ്. നമ്മൾ സ്ക്രീനിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ ബ്രസ്റ്റ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അതിന് മാമോഗ്രാം ആണ്, അത് എക്സ്റേ മാമോഗ്രാം ആണ് സാധാരണ ചെയ്യുന്നത്. ഇതേപോലത്തെയാണ് ഈ മെഷീനിലാണ് മാമോഗ്രാം ചെയ്യുക. ബ്രസ്റ്റ് അതിൽ വെച്ച് അതിൽ പ്രസ് ചെയ്ത്, ചെറിയൊരു പെയിൻഫുൾ ആണ്, എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയാണ് മാമോഗ്രാം ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഫിലിം കിട്ടുന്നത്. അതിൽ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ട്, നമുക്ക് ചെറിയ അബ്നോർമാലിറ്റി പോലും പിക്ക് ചെയ്യാൻ പറ്റും. അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ആളുകളും സ്വന്തമായിട്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഓരോ മാസവും പീരിയഡ്സിന്റെ തൊട്ട് പിറ്റത്തെ ദിവസം രണ്ട് ബ്രസ്റ്റും ഈ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ എക്സാമിൻ ചെയ്യുക. സെന്ററിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ തൊട്ട് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം, അവിടെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ചൂടുണ്ടോ, തണുപ്പുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മുറിവുണ്ടോ, വേദനയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മഴയുണ്ടോ, എന്തെങ്കിലും ഒരു തടിപ്പ് തോന്നുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കാം. 2 ബ്രസ്റ്റിലും ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് കക്ഷത്തിലും ചെക്ക് ചെയ്യാം. എവിടെയെങ്കിലും എന്തെങ്കിലും തടയുന്നത് പോലെ തോന്നുന്നുണ്ടോ നോക്കാം. അപ്പൊ അതിനെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ പറയുന്നത്. ഒരു 20-25 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളും എല്ലാ മാസവും അത് ചെയ്ത് നോക്കണം. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടറിനെ കാണണം.
അങ്ങനെ ഡോക്ടറിനെ കാണുന്നതിനാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ ഗൈനക്കോളജി ഡോക്ടറോ ഓങ്കോളജിസ്റ്റിനോ വോട്ടെവർ ഹൂവർ നിങ്ങൾ അവരെ പോയിട്ട് കാണണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം എന്നാ പറയാം. നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനിൽ പിക്ക് ചെയ്യാത്ത പലതും ചിലപ്പോൾ ഡോക്ടർക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഒരു 40 ഇയേഴ്സ് മുതലാണ് മാമോഗ്രാഫി പറയുന്നത്. ചില ഗൈഡ് ലൈൻ വർഷത്തിൽ ചെയ്യണമെന്ന് പറയുന്നത്, ചിലർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാഫി എടുക്കണം. ഈ പറയുന്നത് ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴയുള്ള ആളുകളെ പറ്റിയല്ല, ഫാമിലിയിൽ ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ ഉള്ള ആളുകളെ പറ്റിയല്ല പറയുന്നത്. ഒരു കുഴപ്പവും ഇല്ലാത്ത സാധാരണ സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത്. 40 വയസ്സ് മുതൽ 2 വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാഫി എടുക്കണം എന്നുള്ള കാര്യം. ഇനി ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ 40-ന് മുമ്പേ പോകണം. ഏത് വയസ്സിലാണ്? ഇപ്പൊ 30 വയസ്സിലാണ് ഫാമിലിയിൽ ക്യാൻസർ വന്നതെങ്കിൽ ഈ ഓരോ ആളുകളും 25-30 വയസ്സിൽ തന്നെ ഈ സ്ക്രീനിങ് ചെയ്തു തുടങ്ങണം. ഇനി ഫാമിലിയിൽ ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ സാധാരണ മാമോഗ്രാഫിക്ക് പകരം MRI മാമോഗ്രാഫി ചെയ്യേണ്ടി വരും. അപ്പം അത് ഹൈ റിസ്ക് സ്ക്രീനിങ് ആണ്. അപ്പം സ്ക്രീനിങ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ആളുകളുടെ കാര്യമാണ്. അതാണ് 40 വയസ്സ് മുതൽ ചെയ്യണം എന്ന് പറയുന്നത്. സോ സ്ക്രീൻ ചെയ്താൽ എന്താണ്? ഞാൻ പറഞ്ഞു, സ്റ്റേജ് 1-ലാണെങ്കിൽ മുഴുവൻ മാറും, സ്റ്റേജ് 0-ലാണെങ്കിൽ മുഴുവൻ മാറും, 1-ലാണെങ്കിൽ 90% മാറും, സ്റ്റേജ് 2-ലൊക്കെ ആണെങ്കിൽ ഒരു 80% ഒക്കെയാണ്, സ്റ്റേജ് 3-ലാണെങ്കിൽ 57%, സ്റ്റേജ് 4-ലാണെങ്കിൽ 23% ആളുകൾക്ക് അസുഖം മാറുള്ളൂ. അപ്പൊ എന്താണുള്ളത്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മോർ ചാൻസ് ഓഫ് ക്യൂർ, അസുഖം മാറാനുള്ള സാധ്യത കൂടുതലാണ്. ലെസ് സിവിയർ ട്രീറ്റ്മെന്റ്. ചെറിയ മുഴയാണെങ്കിൽ ചെറിയ സർജറി മതി, വലിയ മുഴയാണെങ്കിൽ മുഴുവൻ എടുക്കണം. അപ്പോൾ ചെറിയ സർജറി മതി. ചെറിയ സർജറി ആയതുകൊണ്ട് തന്നെ ഓപ്പറേഷന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പൈസ കുറവായിരിക്കും. കീമോതെറാപ്പി, ചെറിയ ട്യൂമറിന് കീമോതെറാപ്പി വേണ്ട. അപ്പോൾ ഫിനാൻഷ്യൽ ബർഡൻ കുറവാണ്. ലെസ് ചാൻസ് ഓഫ് റിക്കറൻസ്. ചെറിയ സ്റ്റേജിൽ തന്നെ അസുഖം ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാറുണ്ട്, മറ്റേ ഭാഗത്ത് മാറില്ല, ബ്രസ്റ്റ് ഇല്ല. മുമ്പ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറിയ ട്യൂമർ ആണെങ്കിൽ നമുക്കിതാ ഈ ഭാഗത്ത് മാത്രമല്ല, ഏത് ഭാഗത്താണ് അവിടെ മാത്രം ആ മുഴയങ്ങ് എടുക്കുക. ഈ സ്കാർ ഒരു 1-2 മാസം കഴിഞ്ഞ സ്കാറിന് ഹീൽ ചെയ്യും. 1 ഇയർ കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്താണെന്ന് പോലും മനസ്സിലാവില്ല. അതിന്റെ കൂടെ കക്ഷത്തിലെ കഴലുകൾ എടുക്കും. മുമ്പ് കഴകൾ കംപ്ലീറ്റ് എടുക്കുന്ന ഓപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ കഴല കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കയ്യിൽ നീര് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വേണ്ട. നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ മാത്രം കഴല എടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ കയ്യിൽ നീര് വരുന്ന പ്രശ്നം കുറയും. മുമ്പ് കഴല മുഴുവൻ എടുത്തത് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരുന്നില്ല. അങ്ങനെ ചെയ്യേണ്ടി വരാതിരിക്കണമെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കണം. കഴലയിൽ അസുഖം ഉണ്ടെങ്കിൽ മുഴുവൻ ചെയ്യേണ്ടി വരും. മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നീര് വരും. ഓൾമോസ്റ്റ് ഒരു 50% ആൾക്ക് കയ്യിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ 5-10% ആളുകൾക്ക് ആ കൈ കാരണം ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ചിലപ്പോൾ നീര് കൂടി വന്നേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തായി, ആ ഒരു ടെസ്റ്റിനുള്ള ഒരു പരിശോധനക്കുള്ള കഴല മാത്രം എടുത്താൽ മതി. അപ്പൊ കയ്യിൽ നീര് വരില്ല. അടുത്തത് സെർവിക്കൽ ക്യാൻസർ ആണ്, ഗർഭാശയഗള ക്യാൻസർ. സെർവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂട്രസ് ആണ്. യൂട്രസിന്റെ താഴെ കാണുന്ന ആ ഒരു നെക്ക് പോലത്തെ ഭാഗമാണ് സെർവിക്സ് പറയുന്നത്. സെർവിക്കൽ ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. സാധാരണ സെക്സ് വഴിയാണ് അത് കിട്ടുന്നത്. മെയിലിൽ നിന്നാണ് യൂഷ്വലി ഫീമെയിൽസിന് അത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാം. അത് സേഫ് സെക്സ്, HPV വാക്സിനേഷൻ, നമ്മൾ എപ്പോഴും ഭയങ്കര ഹൈജീനിക് ആയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ കോസ് എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് HPV ഇൻഫെക്ഷൻ ആണ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, HIV പോലുള്ള അസുഖമുള്ള ആൾക്ക് വരാൻ ഭയങ്കര സ്മോക്കിംഗ്, പൂർ ഹൈജീൻ, ഇതൊക്കെ ഉണ്ടാവും. മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് സെർവിക്കൽ ക്യാൻസർ റിസ്ക് ഫാക്ടർ ആണ്. പക്ഷേ യൂഷ്വലി മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ഒരുപാട് കുട്ടികൾ ഉണ്ടാവുന്നതും ഒരുപാട് പ്രസവിക്കുന്നതും ബാക്കിയുള്ള എല്ലാ ക്യാൻസറിനെയും, ബ്രസ്റ്റ് ക്യാൻസറിനെയും ഓവറി ക്യാൻസറിനെയും എൻഡോമെട്രിയൽ ക്യാൻസറിനെയും തടഞ്ഞു വെക്കും. പക്ഷേ സെർവിക്സിന്റെ കാര്യത്തിൽ അതൊരു റിസ്ക് ഫാക്ടർ ആണ്. സോ പാപ്സ്മിയർ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളു പരിശോധിക്കുക എന്ന് പറയും, പ്രൊവജനൽ എക്സാമിനേഷൻ. അങ്ങനെ എക്സാമിനേഷൻ ചെയ്തിട്ട് സെർവിക്സ് എന്നൊരു സ്മിയർ എടുക്കുന്നതാണ് പാപ്സ്മിയർ. എന്നിട്ട് അതിൽ പ്രശ്നക്കാരനായ HPV ഉണ്ടോ നോക്കും. പ്രശ്നക്കാരനായ HPV ഉണ്ടോ നോക്കുന്നതാണ് HPV DNA ടെസ്റ്റ്. ഓക്കെ, ഈ പ്രശ്നക്കാരനായ HPV ഉണ്ടെങ്കിൽ അത് അവിടെയുള്ള കോശങ്ങളിൽ പല മാറ്റങ്ങൾ വരും. ആ കോശങ്ങളിലെ മാറ്റം കണ്ടുപിടിക്കുന്നതാണ് പാപ്സ്മിയർ ടെസ്റ്റ്. അപ്പോൾ HPV തന്നെ കണ്ടുപിടിക്കാനുള്ള HPV DNA ടെസ്റ്റും ഉണ്ട്. അത് കോശങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള പാപ്സ്മിയർ ടെസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും ചെയ്യാന്നുള്ളതാണ് സെർവൈക്കൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്ന സ്ക്രീനിങ്. അത് 21 വയസ്സ് മുതൽ, ഇപ്പോഴത്തെ പുതിയ ഗൈഡ് ലൈൻ പറയുന്നത് 25 വയസ്സ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ടെസ്റ്റ് തുടങ്ങണം എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 30 വയസ്സിലെങ്കിലും നമ്മൾ മലയാളികൾ ഈ ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം. 30 വയസ്സിലെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ട് ഓരോ 5 വർഷം കൂടുമ്പോഴും പാപ്സ്മിയറും HPV DNA ടെസ്റ്റും ചെയ്യണം. അപ്പൊ 2 ടെസ്റ്റുകളായി നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, മറക്കരുത്. മൂന്നാമത്തതാണ് HPV വാക്സിനേഷൻ. ഞാൻ പറഞ്ഞു HPV ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ HPV വഴിയുള്ള സെർവിക്കൽ ക്യാൻസർ വരുള്ളൂ. അപ്പോൾ ഒരുപാട് വാക്സിൻ ഉണ്ട്. മുമ്പ് ഗർഡാസിൽ എന്ന് പറയുന്ന ഫോറിൻ വാക്സിൻ ആയിരുന്നു. ഇപ്പം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെ സെർവവാക് പറഞ്ഞ ഇന്ത്യൻ വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 4000 രൂപയെന്ന് പൈസ 2000 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. 2 ഡോസ് വാക്സിൻ ആണ്. അത് കുട്ടികളെ എടുക്കേണ്ടത്. അതായത് ക്യാൻസർ പ്രിവെൻഷൻ എന്ന് പറയുന്നത് പ്രായമുള്ള 50-60 കഴിഞ്ഞ ആളുകളല്ല ചെയ്യേണ്ടത്. നമ്മുടെ ചെറിയ ഹൈസ്കൂളിലെ UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രിവെൻഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് 2 ഡോസ് വാക്സിൻ കൊടുക്കേണ്ടത്. എന്റെ ഫാമിലിയിലുള്ള മുഴുവൻ ആളുകൾ ആ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്റെ ഓൺ ക്യൂറിൽ ഒരുപാട് ആളുകൾ വാക്സിൻ എടുക്കാൻ
വരുന്നുണ്ട്. പക്ഷെ വരുന്ന മിക്കതും ഡോക്ടർമാരുടെ മക്കളോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സിസ്റ്റർമാരുടെ, നഴ്സുമാരുടെ മക്കളോ ആണ്. സാധാരണക്കാരുടെ ആളുടെ കുട്ടികൾ ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്, ആ വാക്സിൻ എടുക്കുന്നില്ല. ബട്ട് ഞാൻ അതിന്റെ ഒരു മാപ്പ് കാണിച്ചു തരാം, എങ്ങനെയാണ് വാക്സിൻ എടുത്ത രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ്. അപ്പോൾ 9 to 14 ഇയേഴ്സ് ഈ വാക്സിൻ എടുക്കണം, 2 ഡോസാണ്. 15 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ 3 ഡോസ് എടുക്കണം. നമുക്ക് 26 ഇയേഴ്സ് വരെ ഈ വാക്സിൻ എടുക്കാം. 45 വരെ സേഫ് ആണ്, 26 വരെയൊക്കെ നല്ലതാണ്. സോ ഈ മാപ്പ് കണ്ടല്ലോ, മാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ മാപ്പിൽ ഇവിടെയാണ് ഇന്ത്യ കിടക്കുന്നത്. ഇന്ത്യ കിടക്കുന്നത് റെഡ് ആണ്. ഈ കിടക്കുന്ന US-ഉം കാനഡയും സൗത്ത് അമേരിക്കയും ഈവൻ ശ്രീലങ്ക പോലും ബ്ലൂവിലാണ് കിടക്കുന്നത്. ഈവൻ എന്തിനു പറയുന്നു, ആഫ്രിക്കയിലെ കുറെ കൺട്രികൾ പോലും ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറയുന്നത് മുഴുവൻ ആളുകളും HPV വാക്സിൻ എടുത്ത സ്ഥലത്താണ് ബ്ലൂ വെച്ചിരിക്കുന്നത്. റെഡ് ആണ് ആരും എടുക്കാത്തത്. ഇന്ത്യയിൽ വളരെ ചെറിയ പോപ്പുലേഷൻ മാത്രമേ HPV വാക്സിൻ എടുക്കുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ ഇല്ലിറ്ററസി ആണ് അത് കാണിക്കുന്നത്. ഇല്ലിറ്ററസി മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രൊപ്പഗാൻഡ തന്നെ പലപ്പോഴും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ വാക്സിനെതിരെയുള്ള ഒരു പ്രൊപ്പഗാൻഡ. അതുകൊണ്ട് തന്നെ ആരും അതിന് ഇന്ത്യയിൽ അങ്ങനെ വാക്സിൻ എടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നടക്കാത്തത്. ഇറ്റ്സ് വെരി ബാഡ്. എനിവേ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അവർ വാക്സിനൊക്കെ എല്ലാ സ്ഥലത്തും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. എനിവേ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു ഡോസിന് തന്നെ 2000 രൂപ ഉണ്ട്. ഗവൺമെന്റ് കനോട്ട് അഫോർഡ് ഇറ്റ്. സോ WHO മോട്ടോ ഇതാണ്, 90% ആളുകളും HPV വാക്സിൻ എടുത്തിരിക്കണം 2030. 70% ആളുകളും സ്ക്രീനിങ് ചെയ്തിരിക്കണം, പാപ്സ്മിയർ HPV തന്നെ. 90% ആളുകളും എന്താ പറയുക, ക്യാൻസർ ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കണം ക്യാൻസർ വരികയാണെങ്കിൽ. അപ്പൊ 90% അറ്റൻഡ് ചെയ്യാൻ ഫോർ ഇന്ത്യ പ്രസന്റ് കണ്ടീഷനിൽ ഒരുപാട് കാര്യം പിടിക്കും. 2030 ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നെക്സ്റ്റ് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ കോളോറക്ടൽ ക്യാൻസർ ആണ്. അതായത് മലാശയത്തിന്റെയും രക്തത്തിന്റെയും. മലാശയം എന്ന് പറയുന്നതാണ് ഈ രക്തം, താഴെ ഭാഗം. കോളൻ എന്ന് പറയുന്നത് ഈ വൻകുടലാണ്. റൈറ്റ് സൈഡ് ട്രാൻസ്വേഴ്സ് കോളൻ, ലെഫ്റ്റ് സൈഡ് കോളൻ, പിന്നെ സിഗ്മോയിഡ് കോളൻ. ഈ താഴെ ഭാഗമുള്ളത് രക്തം. അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഒന്ന് ഏജ് ആണ്, രണ്ടാമത്തെ ജനറ്റിക് ആണ്, ജനിതഘടനയാണ്, മൂന്നാമത്തത് ഈ കുടലിന് വരുന്ന ചില അസുഖങ്ങളുണ്ട്. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്നത്, IBD എന്ന് പറയും, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കോളൈറ്റിസ്, അതിലൊക്കെ ക്യാൻസർ ഉണ്ടാവാം. പിന്നെ ജനിതകപരമായിട്ട് കാണുന്ന കുറെ പോളിപ്സ്, മൾട്ടിപ്പിൾ ദശകൾ വരുന്നതുണ്ട്. FAP, HNPCC എന്നൊക്കെ പറയും. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഒബിസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ്. ഈവൻ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് കോളൺ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുന്നതും കോളൺ ക്യാൻസർ ഉണ്ടാകും. അതിന്റെ ലക്ഷണങ്ങൾ സാധാരണ നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോവുക, റെഡ് കളറിൽ ബ്ലഡ് പോവുക, അല്ലെങ്കിൽ കറുത്ത കളറിൽ മലം പോവുക, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബ്ലോക്ക് ആയി കിടക്കുക, കുറെ കാലം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇടയ്ക്കിടെ വയറ്റിൽ നിന്ന് പോവുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, അതിന്റെ ഒരു ഓൾട്ടേർഡ് ബവൽ. അപ്പോൾ അല്ലെങ്കിൽ നന്നായി മെലിയ, ക്ഷീണം വരും, ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോളൺ ക്യാൻസർ ആവാം. അപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണണം. ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്മൾ നല്ല ഫുഡ് കഴിക്കുക, ഹോൾ ഗ്രെയിൻ, ഫ്രൂട്ട്സ്, ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക് നല്ലതാണ്, കാൽഷ്യം സപ്ലിമെന്റ്സ് നല്ലതാണ്, തുടങ്ങിയ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പം ക്യാൻസർ, നമ്മൾ ഇതൊക്കെ ചെയ്താലും ക്യാൻസർ വരാം. അതുകൊണ്ട് നമ്മൾ 45 വയസ്സ് മുതൽ കൊളോണോസ്കോപ്പി സ്ക്രീനിങ് ചെയ്യണം. അപ്പം കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്യാൻ എല്ലാവരും മടിയാ കാണിക്കുക. പക്ഷെ പുറത്തുള്ള നാടുകളിലൊക്കെ, വെസ്റ്റേൺ കൺട്രികളിലൊക്കെ 45 വയസ്സ് കഴിഞ്ഞാൽ 10 വർഷത്തിലൊരിക്കൽ എല്ലാവരും കൊളോണോസ്കോപ്പി ചെയ്യും. അറ്റ്ലീസ്റ്റ് നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ മലം ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ബ്ലഡ് ഉണ്ടോ നോക്കുന്ന FOBT ടെസ്റ്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് അങ്ങനെ ബ്ലഡ് ഉള്ള ആളുകൾ കൊളോണോസ്കോപ്പി എന്തായാലും ചെയ്തിരിക്കണം. ഈവൻ എല്ലാവരും ചെയ്യണം എന്നാ പറയാം. 45 വയസ്സ് മുതൽ 10 വർഷത്തിലൊരിക്കലും കൊളോണോസ്കോപ്പി ചെയ്യണം. അടുത്തത് നമുക്ക് ലങ് ക്യാൻസർ ആണ്. ലങ് ക്യാൻസർ പൊതുവെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് കാണുക. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്മോക്കിംഗ് പോലെ തന്നെ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, എൻവയറമെന്റൽ പൊല്യൂഷൻ സ്മോക്കിങ്ങിന്റെ അതേ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഡൽഹിയിൽ നടത്തിയ പഠനത്തിനനുസരിച്ചിട്ട് സ്മോക്കിങ്ങിനേക്കാളും കൂടുതൽ റിസ്ക് ഉണ്ട് ഡൽഹി പോലുള്ള സിറ്റികളിൽ, എയർ പൊല്യൂഷൻ ഉള്ള സിറ്റികളിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ. അപ്പം നമ്മൾ സ്മോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ക്യാൻസർ വരാം, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സ്മോക്ക് കൊണ്ട് ക്യാൻസർ വരാം, സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് കൊണ്ട് ക്യാൻസർ വരാം. അപ്പോൾ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ള ആളുകൾ, അല്ലെങ്കിൽ പൊല്യൂട്ടഡ് എയർ ഉള്ള, അങ്ങനെയുള്ള അതിനൊരു ഗ്രേഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, എയർ പൊല്യൂഷൻ ഗ്രേഡിംഗ് ഉണ്ട് ഓരോ സിറ്റിക്കും. അപ്പൊ അതിലൊക്കെ ഒരു ഹൈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഉള്ള ആളുകൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നെഞ്ചിന്റെ CT സ്കാൻ എടുക്കുക, ഏറ്റവും മിനിമം എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്താ പറയാ, ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണം. സ്മോക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രയും ക്യാൻസറുകളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്ക്രീനിങ് പറയുന്നത്. അപ്പൊ നിങ്ങളായിരിക്കും അതുകൊണ്ട് എല്ലാ ക്യാൻസറും സ്ക്രീൻ ചെയ്തുകൂടെ? സ്ക്രീനിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ടെസ്റ്റ് ആയിരിക്കണം, കോമൺ ആയിട്ട് കാണുന്ന അസുഖമായിരിക്കണം, ആ അസുഖത്തെ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% മാറുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി അഥവാ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാകണം. നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നതും ലേറ്റായി ഡിറ്റക്ട് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുള്ള തരത്തിലുള്ള അസുഖമാവണം. ഇങ്ങനെയുള്ള അസുഖത്തിന് മാത്രമേ അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ക്യാൻസറും പോയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് കാര്യമില്ല പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പാൻക്രിയാസിന്റെ ക്യാൻസർ നമ്മൾ അങ്ങോട്ട് പോയി ഡിറ്റക്ട് ചെയ്ത് ചിലപ്പോൾ വലിയ കാര്യം ഉണ്ടാകും, കാരണം കുറച്ചൊരു അഗ്രസീവ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ ലോ ഗ്രേഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് സ്ക്രീനിംഗ് ഉണ്ട്. PSA പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ആണ്, വളരെ എളുപ്പമാണ്. അതിൽ ലോ ഗ്രേഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല, ട്രീറ്റ്മെന്റ് ആവശ്യമില്ല.
ഇന്റർമീഡിയറ്റ് ഗ്രേഡ് മുതലാണ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത്. അപ്പോൾ ലോ ഗ്രേഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ ഇടയ്ക്കിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രശ്നക്കാരനായ അസുഖമായിരിക്കണം, നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ വേണം, കണ്ടുപിടിച്ചാൽ 100% മാറുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ സ്ക്രീനിങ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ബട്ട് എന്നാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ ക്യാൻസറും സ്ക്രീൻ ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നാണ്. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് EC-Check 360 പറയുന്നത്. ഇത് ആക്ച്വലി US-ലുള്ള ഒരു ഗാലറി ടെസ്റ്റ് ആയിരുന്നു, MDCT ടെസ്റ്റ് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു. അതായത് നമ്മുടെ ബോഡിയിൽ ക്യാൻസർ ലക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്യാൻസർ സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽസ്, ക്യാൻസർ കോശങ്ങൾ ബ്ലഡിലെത്തും. നമ്മൾ മുഴ കാണുന്നതിന് മുമ്പ് തന്നെ ബ്ലഡിൽ അതിന്റെ കോശങ്ങൾ കാണും. ആ കോശങ്ങൾ പോയിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന CTC അല്ലെങ്കിൽ ആ കോശങ്ങളിലെ DNA പോയി ഡിറ്റക്ട് ചെയ്യുന്ന ലിക്വിഡ് ബയോപ്സി എന്ന് അതിന് പറയാം. ആ ബ്ലഡ് എടുത്ത് ബയോപ്സി ചെയ്യുന്ന ഇഫക്റ്റ് ആണ് അപ്പോൾ ലിക്വിഡ് ബയോപ്സി. അങ്ങനെയുള്ള മെക്കാനിസം വഴി എല്ലാ ക്യാൻസറിന്റെ കോശങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് EC-Check 360. കേരളത്തിൽ ഓൺഗ്യൂറിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ബോംബെ ബേസ് ചെയ്തിട്ട് ഒരു ലാബിലാണ് അത് ചെയ്യുന്നത്. ഇവിടുന്ന് ബ്ലഡ് എടുത്ത് അവിടേക്ക് സെൻഡ് ചെയ്യും. 2 weeks എടുക്കും യൂഷ്വലി റിപ്പോർട്ട് വരാൻ. കോമൺ ആയിട്ട് കാണുന്ന 30 ക്യാൻസർ, അതായത് നമുക്ക് നാട്ടിലുള്ള 98% ക്യാൻസർ അതിൽപ്പെടും ഈ 30 ക്യാൻസറുകളിൽ. അപ്പോൾ ആ ക്യാൻസറുകളൊക്കെ ഒറ്റ ബ്ലഡ് ടെസ്റ്റിൽ കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ്. സേഫ് ആൻഡ് ഇഫക്റ്റീവ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പല പഠനങ്ങളും അതിനുണ്ട്. ബട്ട് ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 17,000 അടുത്താണ് റേറ്റ് വരുന്നത്. അപ്പം അത്ര കോമൺ അല്ല. അത് മാത്രമല്ല, ഒരുപാട് പഠനങ്ങൾ നടത്തിയാലേ എല്ലാവരും അത് ചെയ്യണമെന്ന് നമുക്ക് ഡോക്ടേഴ്സിന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, മാമോഗ്രാഫിയിൽ ലക്ഷങ്ങൾ ആളുകൾ ഈ പഠനം വർഷങ്ങളോളം നടത്തിയിട്ടാണ് പറയുന്നത് നിങ്ങളത് ചെയ്യണമെന്ന്. അത്രയും പഠനങ്ങൾ EC-Check വന്നിട്ടില്ല. കാരണം റീസെന്റ് വന്നതാണ്. മേ ബി ഒരു 10 years ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതേപോലുള്ള ടെസ്റ്റുകളായിരിക്കാം. എനിവേ, ഇങ്ങനെ ഒരു ടെസ്റ്റ് അവൈലബിൾ ആണ്, കോസ്റ്റ്ലി ആണ്. ഒരു 2 weeks അടുത്ത് റിപ്പോർട്ട് എടുക്കാൻ വേണം. കേരളത്തിൽ ഓൺഗ്യൂറിൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ വി നോ ദാറ്റ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ. പക്ഷെ നമുക്ക് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗോ ഫോർ എ സ്ക്രീനിങ്. ഏർലി ഡിറ്റക്ഷൻ സേവ്സ് ലൈഫ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്: ബി എ ഹെൽത്തി വെയിറ്റ്, ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം, ഡയറ്റ് റിച്ച് ഇൻ ഹോൾ ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട് ആൻഡ് ബീൻസ്, ലിമിറ്റ് കൺസംഷൻ ഓഫ് ഫാസ്റ്റ് ഫുഡ്, ലിമിറ്റ് കൺസംഷൻ ഓഫ് റെഡ് ആൻഡ് പ്രോസസ്ഡ് മീറ്റ്. തീരെ കഴിക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല, ബീഫൊക്കെ കഴിക്കാം. ബട്ട് ഡെയിലി 100 ഗ്രാമിന് മേലെ ബീഫ് കഴിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ പ്രോബ്ലം കണ്ടത്. നമ്മുടെ നാട്ടിൽ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക, ഡെയിലി അത്രയും ബീഫ് മീറ്റ് ഒക്കെ കഴിക്കാന്നുള്ളത്. ദാറ്റ്സ് നോട്ട് ഗുഡ്. ആഴ്ചക്ക് ഒരിക്കൽ എപ്പോഴെങ്കിലും ബീഫ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൂടുതലും ഫ്രൈ ആക്കാതെ കറി വെച്ചിട്ട് കഴിക്കാൻ നോക്കാം. കൺസംഷൻ ഓഫ് ഷുഗർ കുറക്കാം. ഷുഗർ ഒരിക്കലും ഒന്നിനും നല്ലതല്ല. ആൽക്കഹോൾ ഒഴിവാക്കാം. സപ്ലിമെന്റ്സ്, ക്യാൻസറിന് വേണ്ടി ഒരു സപ്ലിമെന്റ് കഴിക്കാണ്ടിരിക്കാം. നീ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമാണെങ്കിൽ വൈറ്റമിൻ D കഴിക്കാം, കാൽസ്യം സപ്ലിമെന്റ് കഴിക്കാം. അത് ഒരുപാട് കഴിക്കേണ്ട കാര്യമില്ല. വേറെ ഒരു സപ്ലിമെന്റ് കൊണ്ടും ക്യാൻസർ ഒന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മദേഴ്സ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് നല്ലതാണ്. കൂടുതൽ പ്രഗ്നൻസി നല്ലതാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ അവരുടെ ഹോർമോൺ കുറച്ചിട്ട് ബ്രസ്റ്റിൽ നിന്നും ഓവറിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ക്യാൻസറിൽ നിന്ന്. ക്യാൻസർ ഡയഗ്നോസിസ് വരികയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാം. സോ ഇങ്ങനെയുള്ള ഒരു മോട്ടോയ്ക്ക് വേണ്ടിയാണ് ഓൺഗ്യൂർ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളവിടെ ഹെൽത്ത് ഇവാലുവേഷൻ ആൻഡ് ക്യാൻസർ സ്ക്രീനിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്ലാനിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലും കാലിക്കറ്റിലാണ് ചെയ്യുന്നത്. സോ ഇതിനുശേഷം ഒരുപാട് ഡോക്ടേഴ്സും ഹെൽത്ത് പ്രൊഫഷണൽസും ഇതുപോലുള്ള കൺസെപ്റ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതൊരു NGO അല്ല, ഗവൺമെന്റ് പ്രോഗ്രാമും അല്ല. ബിക്കോസ് റവന്യൂ ഹാസ് ടു ബി there to run this, okay? But in an affordable cost. സോ ഇത്രയും നേരം നമ്മൾ ക്യാൻസർ പ്രിവെൻഷൻ്റെ ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാൻസർ കെയറിന് വേണ്ടി നമ്മൾ സാധാരണ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്, ഓപ്പറേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, അതുപോലെ റേഡിയേഷൻ, ഹോർമോൺ ട്രീറ്റ്മെന്റ്, ഇവിടെ അങ്ങനെ ഒരുപാട് ക്യാൻസർ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏത് ഉപയോഗിക്കണം? ഓപ്പറേഷൻ ആണെങ്കിൽ തന്നെ ഏത് ഓപ്പറേഷനാണ്, ഇനി എപ്പോഴാണ് ഓപ്പറേഷൻ, കീമോതെറാപ്പി കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റേഡിയേഷൻ വേണം, അങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഡിസിഷനാണ് ക്യാൻസറിൽ വരുന്നത്. അതുകൊണ്ടാണ് പല ക്യാൻസർ ഡോക്ടേഴ്സിന് പോയി കഴിഞ്ഞാലും പല ഒപ്പീനിയൻസ് ആണ് പല പേഷ്യൻസിനും കിട്ടുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ട്യൂമർ ബോർഡ്, അതായത് ഒരുപാട് ഓങ്കോളജിസ്റ്റ്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, പെത്തോളജിസ്റ്റ്, റേഡിയോതെറാപ്പിസ്റ്റ്, ഇവരൊക്കെ കൂടിയുള്ള ഒരു ബോർഡാണ്, ഒരു ട്യൂമർ ബോർഡാണ് യൂഷ്വലി ഹൈ ഹോസ്പിറ്റലുകളിലൊക്കെ ട്രീറ്റ്മെന്റ് ഡിസിഷൻ. ഞാൻ മിംസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ ക്യാൻസറിനും ഇങ്ങനെ ഒരു ബോർഡാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസിഷൻ കൊടുക്കുന്നത്. പക്ഷേ എല്ലാ പേഷ്യൻസിനും മിംസിൽ അഫോർഡ് ചെയ്യില്ല. ഐ നോ ദാറ്റ് ഇറ്റ്സ് എ ബിറ്റ് കോസ്റ്റ്ലി. അപ്പോൾ എല്ലാ ആളുകൾക്കും മിംസിൽ ഒന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും RCCയിലേക്കോ അല്ലെങ്കിൽ മലബാർ ക്യാൻസർ സെന്ററിലേക്കോ ടാറ്റയിലേക്കോ പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പെരിഫറിയിലുള്ള ആളുകൾക്ക് അവരുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഒരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് പ്ലാൻ മൈ യോങ്കോ. വിത്തിൻ 1 month അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ടാവും. ദിസ് ഈസ് ഓൾസോ നോട്ട് ഫ്രീ, ബട്ട് അഫോർഡബിൾ കോസ്റ്റ് ആയിരിക്കും. ഒരു 4 ആൾക്കാർ യാത്ര ചെയ്ത് 2-3 ദിവസം ലീവ് എടുത്ത് അവിടെ പോയിട്ട് ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണുന്നതിനേക്കാളും എളുപ്പമായിരിക്കും. അതിനേക്കാളും കോസ്റ്റ് കുറവായിരിക്കും, എളുപ്പമായിരിക്കും. ആൻഡ് വേൾഡ് ഓവർ, കേരളത്തിലെ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ആൻഡ് അബ്രോഡ്, മയോ ക്ലിനിക് ഉൾപ്പെടെയുള്ള US-ലും ദുബൈയിലും ഒക്കെ ഉള്ള മേജർ ഹോസ്പിറ്റലുള്ള മെനി ഓഫ് ദ ഫേമസ് ഓങ്കോളജിസ്റ്റ് വിൽ ബി ദെയർ ഇൻ ദ ഗ്രൂപ്പ്. ഇവരായിരിക്കും അവർക്ക് ഒപ്പീനിയൻ കൊടുക്കുന്നുണ്ടാവാം.
അങ്ങനെ ഒരു ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻസിന് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാം. കാരണം ആ ഡോക്ടർക്ക് അവർ ചെയ്യാൻ ഉദ്ദേശിച്ച അതേ പ്രൊസീജിയറാണ് ചെയ്യാൻ നമ്മൾ തീരുമാനം എടുക്കുന്നെങ്കിൽ ദേ ക്യാൻ ഡു ഫ്രം ദെയർ ഹോസ്പിറ്റൽ. അവർ എല്ലാ ട്രീറ്റ്മെന്റിനും വേണ്ടി മിംസ് പോലെയുള്ള വലിയ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ക്യാൻസർ സെന്ററുകളിലേക്കോ അല്ലെങ്കിൽ RCCയിലേക്കോ പോകേണ്ട ആവശ്യം വരില്ല. അവരുടെ ബേസിക് ട്രീറ്റ്മെന്റ് അവരുടെ നാട്ടിൽ നിന്ന് എടുക്കാനും ഈ പ്ലാൻ മൈ ഓങ്കോ ആപ്ലിക്കേഷൻ വഴി പറ്റും. ഇറ്റ് വാസ് ലോഞ്ച്ഡ് 2 days ബാക്ക്. ജസ്റ്റ് 2 days ആയിട്ടുള്ളത് ലോഞ്ച് ചെയ്തിട്ട് ഹെൽത്ത് മിനിസ്റ്റർ ആണ് ലോഞ്ച് ചെയ്തത്. ഗ്ലോബൽ പ്രിവെന്റീവ് ഓങ്കോളജി സമ്മിറ്റ് ട്രിവാൻഡ്രത്ത് നടന്നിരുന്നു. അവിടെ വെച്ചാണ് ഞാനും എന്റെ ടീമും ഡെവലപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷൻ ആണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദ പബ്ലിക്. ഓക്കെ, താങ്ക് യു. These are my 2 kids. Most of the time I am not with them because of I am running for all these things. So I think their photo should be there at the end. Okay, thank you for listening.